Hello everyone, welcome to Mehars kitchen. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി മസാലൻ്റെ കറി നോക്കാം. പൊട്ടാറ്റോ കോളിഫ്ലവർ മസാല, ആലു ഗോബി മസാല എന്നാണ് ഹിന്ദിയിലൊക്കെ പറയുക. നല്ല ടേസ്റ്റി ആയ കറിയാണ്, സിമ്പിളുമാണ്, വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? ആലു ഗോബി മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ളത് ഫ്ലവറാണ്, കോളിഫ്ലവർ. ഇതിങ്ങനെ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 400 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഫ്ലോററ്റ്സ് പോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് തണ്ടാണ്. ഈ കോളിഫ്ലവറിൻ്റെ തണ്ടുകൾ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളി 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. 3 മീഡിയം സൈസ് തക്കാളിയാണ്, തൊലി കളയണം. പിന്നെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പൊടികളിൽ മസാലകളിൽ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2-3 നുള്ള് കായം പൊടിയാണത്, 2-3 നുള്ള്. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, 1/2 ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ആവശ്യത്തിന് മുളക് കട്ട് ചെയ്തത്, മുളക് ചോപ്പ് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് മല്ലിയില. ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പാണ്, ഉപ്പ് ഇവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്നും ചൂടായതിലേക്ക് ചെറിയ ജീരകവും കായം പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജീരകം നന്നായിട്ട് പൊട്ടണ വരെ, നന്നായി പൊട്ടി കഴിയണ വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ജീരകം നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഒരു പിങ്കിഷ് കളറാണ് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വഴറ്റിയെടുക്കാം. സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 5-6 മിനിറ്റ് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഇത് അധികം വഴറ്റാൻ ആവശ്യമില്ല, ജസ്റ്റ് 1 മിനിറ്റോളം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റോളം ഇതിൻ്റെ പച്ചമുളക് മാറി നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോയും കോളിഫ്ലവറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 5 മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ അതാ പൊട്ടാറ്റോ കോളിഫ്ലവർ 5 മിനിറ്റോളം മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ലാസ്റ്റിലാണ് ചേർക്കേണ്ടത്, ഇപ്പോഴല്ല ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാലയും കോളിഫ്ലവറും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് കോട്ടാവുന്ന വരെ മസാല നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉപ്പൊക്കെ ശരിയാക്കി എടുക്കാം. ഉപ്പ് കുറവ് തോന്നുമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇത് ദം പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇതിൽ ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആട്ടപ്പൊടി വെച്ചിട്ട് ഇതാ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആവിയിൽ കടന്ന് വേവേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് ലോ തീയിൽ വെച്ചിട്ട് നമുക്ക് പൊട്ടാറ്റോ കോളിഫ്ലവറൊക്കെ വേവണ വരെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് ലോ ആക്കണം. ദം പരുവത്തിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ പൊട്ടാറ്റോ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് എടുത്തു ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കറി ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗരം മസാലപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് തള വരാൻ തുടങ്ങി. വരാൻ തുടങ്ങി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിയായ ആലു ഗോബി മസാല റെഡിയാണ്. പൊട്ടാറ്റോ കോളിഫ്ലവർ മസാലയാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ്. ചോറിനും നല്ല രസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്, പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.